ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നേരം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു. മന്ത്രി ഗണേഷ് കുമാർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള യൂട്യൂബേഴ്സിനോടും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാരോട് ഒരു സഹായമാണ് ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പായിട്ട് കേരളത്തിൽ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 4-5 പിള്ളേർ എന്ത് ചെയ്ത് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് വേറൊരു ആക്സിഡൻറ്റ്, അങ്ങനെ ഒരു 2-3 അപകടം ഈ കഴിഞ്ഞ ഇടയിൽ കേരളത്തിനകത്ത് നടക്കുകയുണ്ടായി. ഞാനിപ്പോൾ കേരളത്തിനകത്ത് ഞാനില്ല അവിടെ. അപ്പോൾ ഞാനിങ്ങനെ ന്യൂസും വാർത്തകളൊക്കെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിന്നെ ഞാനത് എന്ത് ചെയ്യും, മറന്നു പോകും. കാരണം ആ സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്ത് ചെയ്യാം, പറയണമെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഒന്നാമത്തത്, ഈ അപകടങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാണ്. ഇപ്പോൾ ഒരു 2 വീലറിൽ പോകുന്ന ആളാണെങ്കിലും, ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലും, സാധാരണ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളാണെങ്കിലും, കാർ ഓടിക്കുന്ന ആളാണെങ്കിലും, എല്ലാവർക്കും മത്സരമാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ 4, 5, 6, 8, 10 വാഹനങ്ങൾ ഉണ്ടാവും. പിന്നെ ഞായറാഴ്ച എന്നപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള സമയത്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊന്ന് എറണാകുളത്തെ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എറണാകുളത്ത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്കറിയാം, വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഓടിച്ചു പോകുമ്പോൾ എറണാകുളത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 4-5 മണിക്കൂറുകൾക്ക് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾക്ക് സമയത്തെത്തണമെങ്കിൽ 4-5 മണിക്കൂറുകൾക്ക് മുമ്പ് ഇറങ്ങണം. അത്രയ്ക്കും ട്രാഫിക് ബ്ലോക്കാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം. എറണാകുളത്തും അങ്ങനെ പല സ്ഥലങ്ങളിലും സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പിന്നെ ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ വരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡിന് പണി നടക്കുന്നതുകൊണ്ട് അതും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എല്ലാം കുത്തിപ്പൊളിച്ചും എല്ലാം ഇട്ടിരിക്കുകയാണ്. കാരണം ഈ അപകടങ്ങൾ കൂടുതൽ ഒഴിവാക്കാനും വേറെ പല കാര്യങ്ങൾക്കും ആയിരിക്കാം, അതെനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിരിക്കുന്ന, എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം 2 വീലറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു കാറ് വരികയാണെങ്കിൽ ഒരു 10 പ്രാവശ്യം എന്ത് ചെയ്യും, വന്ന് ഓണടിക്കും. 10 പ്രാവശ്യം ഓണടിച്ചിട്ട് നമ്മൾ കയറിപ്പോയ്ക്കോ എന്ന് പറയുമ്പം അവർ കയറിപ്പോവും. ഇവർ കയറിപ്പോയാലോ, കുറേ ദൂരം എവിടെയെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവരും ആ ബ്ലോക്കിനകത്ത് എന്ത് ചെയ്യും, കിടക്കും. പിന്നെ സൺഡേ ഒക്കെ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, 4-5 കാറുകൾ കാണും, ബൈക്കുകൾ കാണും. ഞായറാഴ്ചയാകുമ്പോൾ കല്യാണം, പാല് കാച്ചൽ, പിന്നെ നൂലുകെട്ട്, അങ്ങനെ ഓരോരോ പ്രോഗ്രാമായിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങും. പിന്നെ ചെറുപ്പക്കാർ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരവരെ ഗേൾ ഫ്രണ്ടുമായിട്ട് നടക്കാനായിട്ട് അവരും ഇറങ്ങും. അങ്ങനെ ഈ 4-5 കാർ, ഒരു വീട്ടിൽ നിന്ന് 4-5 കാർ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, ഒരു വണ്ടി അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഓടിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിച്ചു പോകുന്ന വാഹനമാണ് ആംബുലൻസ്. ആംബുലൻസ് എന്ന് പറയുമ്പോൾ, ഒരു അപകടം നടന്നാൽ അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് കേട്ട് എമർജൻസി ഉള്ള സമയത്താണ് ആംബുലൻസ് പോകുന്നത്. ആംബുലൻസ് ഓണടിച്ച് പോകുമ്പോഴത്തേക്ക് എത്ര തിരക്കാണെങ്കിലും വണ്ടി മാറും. ആ കൂടെ തന്നെ എന്ത് ചെയ്യും, കുറേ വണ്ടികൾ എന്ത് ചെയ്യും, ബന്ധുക്കളായിട്ടും ചിറ്റപ്പനും കുഞ്ഞമ്മയൊക്കെ ആയിട്ട് അവരും എന്ത് ചെയ്യും, അതിൻ്റെ പുറകിൽ എന്ത് ചെയ്യും, പോകും. അപ്പം കേരളത്തിലല്ല, അപകടങ്ങൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ അവരവരുടെ മത്സരം കൊണ്ടാണ്. ഒന്ന്, പിന്നെ അശ്രദ്ധ മൂലം. അതായത് പിന്നെ നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ എന്ന് പറയാം, നമുക്കിപ്പം ബൈക്ക് ഓടിക്കാനായിട്ട് ഒരു
ലെവലുണ്ട്. ആ സ്പീഡ് ലെവലിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാർ ഓടിക്കുന്നതിന് അതിനൊരു സ്പീഡ് ലെവലുണ്ട്. ആ സ്പീഡ് ലെവലിൽ മറികടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെതായ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യും, വാഹന വകുപ്പ്, ഗതാഗത വകുപ്പൊക്കെ എന്ത് ചെയ്യും, അവർ അത് ഈടാക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പം ബ്ലോക്ക്, അതായത് ഇങ്ങനെ മറികടന്ന് പോകുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ ഓടിച്ച് വരുന്ന ഒരു വണ്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ സ്ലോയിലാവണമെങ്കിൽ അത് കുറച്ച് ഓടിക്കുന്ന കണ്ണൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും. പിന്നെ ഒരാളുകൾക്ക് ഒരു ശ്രദ്ധയില്ല, അങ്ങോട്ട് ഒരു കൂസലുമില്ല, ഫോണും പിടിച്ച് ചെവിയിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരങ്ങ് പോവുക. അങ്ങനെ കുറേ ആളുകൾ. അപ്പം നമ്മൾ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ്. വണ്ടി ഓടിക്കുന്നവരുടെയും നടന്നു പോകുന്നവരുടെയും എല്ലാം ജീവൻ വിലപ്പെട്ടതാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ എന്ത് ചെയ്യണം, മരണപ്പെടണം. അല്ല, ഇനി നമ്മുടെ കയ്യോ കാലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന നരകയാതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറമാണ്. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പ്രെയർ ചെയ്തിട്ട് ഇറങ്ങുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും മറ്റു പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇറങ്ങാതിരിക്കുക. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധ കൊടുക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡുകളിൽ പാർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വണ്ടികൾക്ക് സൈഡ് പോവാനും വരാനുള്ള അതായത് സ്പേസ് നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് വേണം നമ്മുടെ വണ്ടികൾ എന്ത് ചെയ്യാൻ, പാർക്ക് ചെയ്യാൻ. ചില ആളുകൾക്ക് ഒരു ലൈസൻസും ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ട്രാഫിക് അല്ല ഗതാഗതം മൂലം സംഭവിക്കുന്നുണ്ട്. അപ്പം അപകടങ്ങൾ നമ്മൾ സ്വയം എന്ത് ചെയ്യാണ്, വിളിച്ച് വരുത്തുകയാണ്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, മത്സരിക്കുക എന്ന് വെച്ചാൽ ആ കാറിൻ്റെ മുമ്പിൽ എനിക്ക് കയറണം, എനിക്ക് അതിലും നല്ലോണം ഡ്രൈവ് ചെയ്യണം, എനിക്ക് അതിലും കൂടുതൽ മുമ്പിലെത്തണം എന്നുള്ള മത്സരം കൊണ്ടാണ് അധികം അപകടങ്ങൾ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. പിന്നെ കാറിൻ്റെയൊക്കെ ഇപ്പോഴത്തെ മോഡൽ കാറൊക്കെ എന്ന് പറഞ്ഞാൽ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയായി പോകും. അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ബൈക്കും എടുത്തിട്ട് അവരുടെ വലിയ സാഹസികതകളാണ് എന്ത് ചെയ്യുന്ന റോട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വ്ളോഗേഴ്സിനോടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ കഴിവ് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാശയം പോലെ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളുടെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്പറിലൊന്നും വിളിക്കുന്നില്ല, കാരണം എനിക്ക് അധികാരികളുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ലോണം അറിയാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാൻ തന്നെ. നമ്മൾ ദിനംപ്രതി കാണുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഞാൻ ട്രാവൽ ചെയ്യുന്ന കേരളത്തിനകത്തും പുറത്തും എല്ലാം ട്രാവൽ ചെയ്തിരിക്കുന്ന ഞാൻ 2 വീലറിൽ എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്യുന്നതാണ്, എത്രയോ ദിവസങ്ങൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലവണ്ണം എന്ത് ചെയ്യുക, റോഡിനെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചൊക്കെ നല്ലതാണ് എനിക്ക് എന്ത് ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ പണം കൂടുതൽ കാണുമായിരിക്കാം, നിങ്ങൾക്ക് കഴിവുകളും കൂടുതൽ കാണുമായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ ജീവനെ എന്ത് ചെയ്യരുത്, കഴിവ് കൂടിപ്പോയിട്ട് നിങ്ങളുടെ ജീവൻ അപകടത്തിലാവരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് പതിയൊക്കെ വണ്ടി ഓടിച്ച് എന്ത് ചെയ്യുക, പോകാനായിട്ട് ശ്രമിക്കുക. സൈഡൊക്കെ കൊടുക്കുക, മറ്റുള്ളവർക്ക് സൈഡ് കൊടുക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ മത്സരം അധികം ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഗവൺമെൻറ് വണ്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മത്സരമുണ്ട്. KSRTC ഡ്രൈവർമാർ ചില ആളുകളെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന പോക്കർത്തരങ്ങൾ ചിലപ്പം ഈ വീഡിയോയിൽ പോലും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും കാണിക്കുന്ന KSRTCക്കാരും ഇതിനകത്ത് ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് അശ്രദ്ധ മൂലമാണ്, അശ്രദ്ധയും മത്സരവും ഒക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അപകടങ്ങൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒരുപാട് അപകടങ്ങൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈക്ക് ഓടിച്ച് പോയപ്പോൾ അവരൊക്കെ ഒരുപാട് വണ്ടി മറിഞ്ഞ് കിടക്കുന്ന ആൾ കൂടി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, മരണപ്പെട്ടത് കണ്ടിട്ടുണ്ട്, ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഈ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിൽ നിന്ന് തന്നെ പോകാൻ വേണ്ടി വണ്ടി നിർത്തി ഇറങ്ങി
ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ എന്ത് ചെയ്യും, ഇപ്പോൾ മണിക്കൂർ ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളോളം എന്ത് ചെയ്യുക, ബോഡി ചിലപ്പോൾ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ജീവൻ പോകുന്നു. അങ്ങനെ ആണെങ്കിൽ പോലും അതിൻ്റെ ജീവൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അതുപോലെ മണിക്കൂറുകളോളം എന്ത് ചെയ്യും, റോട്ടിൽ കിടക്കുന്ന അവസ്ഥകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ മനസ്സിലും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാനിതിൽ പങ്കുവച്ചിരിക്കുന്നത്. 4, 5, 3 കാറുകൾ ഓടിച്ച് എന്ത് ചെയ്യുന്നു, ആഡംബര ജീവിതം കാണിക്കുക, തങ്ങളുടെ പൈസ കുറേ ഉണ്ട് എന്ന് കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അപകടത്തിൽ ഒക്കെ എന്ത് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ കാശ് കൊണ്ടല്ലേ വാങ്ങിക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ 10 പേര് ഇങ്ങനെ 4, 5 വീട്ടിൽ വണ്ടിയുള്ളവർ 10 പേരും റോട്ടിലോട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ ബ്ലോക്ക് സംഭവിക്കുന്നു. കൂടുതലും എന്ത് ചെയ്യുന്നു, കാരണം ആകെ ഇത്രയും നമുക്ക് പോകാനായിട്ടുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആണ് എല്ലാവരും അതിൽ കൂടെയാണ് എടുക്കുകയും ചെയ്യുന്നത്. പല ആവശ്യത്തിന് പോകുന്നവരുണ്ടാവുമായിരിക്കും, ഹോസ്പിറ്റൽ കേസായിട്ടായിട്ട് പോകുന്നവരുണ്ട്, കല്യാണമായിട്ട് പോകുന്നവരുണ്ട്, പാല് കാച്ചായിട്ട് പോകുന്നവരുണ്ട്, അങ്ങനെ പല ആവശ്യങ്ങൾ, ജോലിക്ക് സംബന്ധമായിട്ട് പോകും. പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും നിങ്ങളുടെ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയെയും നിങ്ങളെയും മറ്റപ്പുറം ഇപ്പുറം സൈഡും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മാന്യമായിട്ട് എന്ത് ചെയ്യുക, പോകാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാണ്. ഞാനിപ്പോൾ അത് കണ്ടിട്ടും അപ്പോൾ എനിക്കതും ഒന്നും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ കേരളത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കേരളത്തിനോട് ഒരു വിരക്തിയുണ്ട്. എങ്കിലും ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാൻ പൊതുവായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വീഡിയോ. കേരളത്തിന് വെളിയും അങ്ങനെയൊക്കെ ഉള്ള പൊതുവായിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. കേരളം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയ താല്പര്യം എനിക്കില്ല. എൻ്റെ ഉള്ളിൽ അത്രയും എനിക്ക് ഇഷ്ടക്കേടാണ് മനസ്സിനകത്ത്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട്